ഇത് നല്ലൊരു ത്രില്ലർ മൂവിയാണ്. സാധാരണ ത്രില്ലർ മൂവി പോലെയല്ല, കുറച്ച് രണ്ട് നല്ല പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു വെറൈറ്റി ചെയ്തേക്കണത്. പിന്നെ റായ് ലക്ഷ്മിക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസർ അവർക്ക് പറ്റിയൊരു വേഷം തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ട്. പുതുമുഖൻ നായകൻ ആദ്യത്തെ പടമല്ലേ, മമ്മൂട്ടിയുടെ ഒക്കെ രൂപസാദൃശ്യമുണ്ട്. നന്നായിട്ട് ശബ്ദവും ഒക്കെ നല്ല സാമ്യം തോന്നിയിരുന്നു. നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിരുന്നു. മമ്മൂട്ടിയുടെ ഒക്കെ ഒരു നമുക്ക് ശരിക്കും മുഖച്ചായം തോന്നുന്നുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല പടമാണ്, അടിപൊളിയാണ്. ആർട്ട് വർക്കൊക്കെ നല്ലതായിട്ടുണ്ട്. ഇത് സെൻട്രൽ ചെറിയൊരു ലാഗ് വരണം, പക്ഷേ കുഴപ്പമില്ല. ഫൈനലി ആഫ്റ്റർ ഇൻ്റർവൽ നല്ലൊരു പടമാണ്. എല്ലാവരും കാണേണ്ട പടമാണ്. സുരേഷ് സാറിൻ്റെ കോട്ടയം കുഞ്ഞിന് ശേഷമുള്ള നല്ലൊരു പടമാണ് കേട്ടോ. എല്ലാവരും കാണുക. സുരേഷ് സാർ നല്ല സാറിൻ്റെ ഹിറ്റ് മൂവീസ് അല്ലേ, എല്ലാം നല്ല ഹിറ്റ് മൂവീസാണ്. മമ്മൂട്ടി സാറിനോട്ട് ഇങ്ങോട്ട് കോട്ടയം കുഞ്ഞച്ചൻ തൊട്ട് ഇങ്ങോട്ട് നല്ല പൊളിപ്പടമല്ലേ. സൂപ്പർ. ലാസ്റ്റ് ക്ലൈമാക്സ് പൊളിച്ചു, തകർത്ത് അഭിനയിച്ചു. റിയാസ് സാറ് എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ലാസ്റ്റ് ക്ലൈമാക്സ് ആണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായത്. മമ്മൂക്കയുടെയും ദുൽഖറിൻ്റെയും ഒക്കെ നല്ല ലെവലായിട്ട് വന്നിട്ടുണ്ട്. പൊളിച്ചു. സൂപ്പർ. താങ്ക് യു. അടിപൊളി പടമാണ്, കാണാൻ പറ്റിയ കുടുംബസമേതം കാണാൻ പറ്റിയ അടിപൊളി പടം. സൂപ്പർ. എല്ലാവരുടെയും അഭിനയം നല്ല അടിപൊളിയാണ്. അതെ, അറിയാം. സൂപ്പറായിരുന്നു, ഗംഭീരമായിരുന്നു. പഴയ സുരേഷ് സാറിന് വേറൊരു വെറൈറ്റി, അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അഷ്കർ സൗദാൻ സൂപ്പർ ആയിട്ടുണ്ട്. ലക്ഷ്മി റായ് അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരം. അതാ പറഞ്ഞ അഷ്കർ സൗദാൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും മമ്മൂക്കയുടെ ഒരു ചായ ഉണ്ട്. അടിപൊളി ഒരു വെറൈറ്റി ക്രൈം ത്രില്ലർ. അടിപൊളി സിനിമ. നല്ല പടം, നല്ല ആക്ഷൻ, നല്ല കഥ, നല്ല പടം. കൊള്ളാം. പോലീസ് എന്നോടൊക്കെ ഒരു താല്പര്യമുള്ള ആൾക്കാർക്ക്, പോലീസിങ്ങിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഉണ്ട്. മൊത്തത്തിലൊരു നല്ല ഇത് എന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാം മേക്കിങ്ങും എല്ലാം നന്നായിട്ടുണ്ട്. അടിപൊളിയല്ലേ? സൂപ്പർ പടം. എല്ലാവരും നന്നായിട്ടുണ്ട്. നന്നായി അവനവൻ്റെ ഓരോരുത്തരുടെ ക്യാരക്ടറും പ്രത്യേകം അടിപൊളി. ഒന്നും പറയാനില്ല. മമ്മൂക്കയുടെ ആ പേര് അഷ്കർ അല്ലേ, സൂപ്പർ. പിന്നെ കാണാണ്ടിരിക്കാൻ പറ്റുമോ? ഗംഭീര മേക്കിംഗ്. സുരേഷ് ബാബുവിൻ്റെ സൂപ്പർ മേക്കിംഗ് ആണ്. അഷ്കർ പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും, രതീഷ് അണ്ട മോനായാലും ഓൾ ആർട്ടിസ്റ്റ് ഗംഭീര പെർഫോമൻസ് ആണ്. ഏതാ അടിപൊളിയാണ്. അതൊക്കെ ചോദിക്കേണ്ട കാര്യമല്ല. എല്ലാവരും ഒന്നിനൊന്ന് കോമ്പറ്റീഷനാണ്. ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ. മേക്കിംഗ് സുരേഷ് ബാബു രക്ഷയില്ല. അതുപോലെ ക്യാമറ രവിചന്ദ്രൻ എന്ത് ഗംഭീരമാണ്. ലൊക്കേഷൻസ് എല്ലാവരും വളരെ മനോഹരമായിട്ടാണ് ടേക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത മമ്മൂക്കിയാണ്. ദുൽഖറിനെ വെട്ടിക്കും. കിടിലൻ ലുക്കാണ്. അതേ ആറ്റിറ്റ്യൂഡ്, അതേ ലുക്ക്, ജാഡ എല്ലാം ഉണ്ട്. കൂളിംഗ് ഗ്ലാസ്സിൽ വെച്ചാൽ അതേപോലെ ഇരിക്കണം. പെങ്ങളുടെ മകനല്ലേ മറ്റേ മക്ബൂല്, മറ്റേ ഇവരെക്കാട്ടുള്ള ബെസ്റ്റ് പുള്ളി തന്നെയാണ്. പഴയ മമ്മൂട്ടി ഓർമ്മ വരുന്നു.